വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നത് ഞാൻ ഈ കാര്യത്തിന് നിർബന്ധം മൂലമാണ് ഈ കലാപരിപാടിക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. പക്ഷേ ഈ 5 മണിക്കൂർ ഒട്ടും എനിക്കൊരു ബോറിംഗായിട്ട് തോന്നിയിട്ടില്ല എന്നതാണ് ഈ കലാപരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. ഈ 5 മണിക്കൂറും ഞങ്ങളെ സുന്ദരമായി എന്റർടൈൻ ചെയ്തു. ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച് ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകമായിട്ട് ഈ ഫോണിന്റെ ഡയറക്ടറായിരിക്കുന്ന അല്ലെങ്കിൽ പ്രസിഡന്റായിരിക്കുന്ന റിലീസായിട്ട് വലിയൊരു അഭിനന്ദനം നമ്മൾ അർപ്പിക്കുന്നുണ്ട്. ഈ കയ്യടി തന്നെയാണ് ചേട്ടൻ്റെ ഏറ്റവും വലിയ അംഗീകാരം. ഈ സോണിനെ ഇത്ര മനോഹരമായിട്ട് യോജിച്ചു കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞു. അതെല്ലാം എനിക്ക് വലിയ അഭിനന്ദനങ്ങൾ നേരുകയാണ്. എനിക്ക് തോന്നുന്ന നമ്മുടെയൊക്കെ പള്ളികളിൽ എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് 10 പേര് അല്ലെങ്കിൽ 5 പേരെ വിളിച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കാറാണ് പൊതുവെ ചെയ്യാറ്. പക്ഷേ ഞാൻ ഇവിടെ കണ്ട ഈ 5 മണിക്കൂർ നേരവും എത്രയധികം കലാകാരങ്ങളുമാണ് ഇവിടെ സ്റ്റേജിൽ കയറിയതെന്ന് നമുക്ക് എണ്ണി പറയാനൊന്നും പറ്റില്ല. നമ്മുടെ ഉള്ളിൽ ഒതുങ്ങിക്കിടക്കുന്ന കലാവാസനകളെ എത്ര മനോഹരമായിട്ടാണ് ഈ സ്റ്റേജിൽ അവതരിപ്പിച്ചത്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് നമ്മുടെ വിദ്യാഭ്യാസന്മാർ വരെ എത്ര മനോഹരമായിട്ട് അവരുടെ ഉള്ളിൽ ഒതുങ്ങിക്കിടക്കുന്ന കഴിവുകളെ നമ്മൾ അവതരിപ്പിച്ചു. അതിനവർ വലിയൊരു അംഗീകാരം അർപ്പിക്കുന്നുണ്ട്. കാരണം ഇത് 1 ദിവസത്തെയോ 2 ദിവസത്തെയോ ഒരു അധ്വാനം ഉണ്ടായതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു മാസങ്ങളോളം അധ്വാനിച്ച് ഈ പരിപാടിക്ക് ഗംഭീരമാക്കി തീർക്കാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് വലിയൊരു കൈകളെ കുറിച്ചുകൊണ്ട് കൈകടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതെല്ലാം ഇടവകയുടെ കൂട്ടായ്മയാണ്. അതൊക്കെ സോണൊരു കൂട്ടായ്മയാണ്. അതോടൊപ്പം തന്നെ കുടുംബം ഈ ഇടവകയിലെ ഓരോ കുടുംബവും മറ്റൊരു വലിയ സമൂഹമാണ്. അല്ലെങ്കിൽ ഇടവകയാണ് കുടുംബത്തിലേക്ക് നമ്മളെ വളർത്തണമെന്നും ഈ ഇത്ര ദിവസങ്ങളിൽ നിങ്ങൾ എനിക്ക് അധ്വാനിച്ചപ്പോൾ നിങ്ങൾ നമ്മളുടെ ഐക്യം വളർന്നു, പരസ്പരം കുറച്ചുകൂടെ അറിയാൻ പറ്റി. ഇതൊക്കെയാണ് കലാപരിപാടികൾ ഉദ്ദേശിക്കുക. അതോടൊപ്പം നമ്മുടെ അടുക്കളയിലും നമ്മുടെ വീടിനകത്തൊക്കെ കുറേ കലാകാരന്മാരുണ്ട്. അവരെ ചിലപ്പോഴൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അവരുടെ കഴിവുകൾ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവർക്ക് വലിയൊരു സ്റ്റേജ് നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റി. അവരത് ഭംഗിയായി ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അഭിമാനത്തെ, നിങ്ങളുടെ പ്രയത്നത്തെ വിനിയോഗിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്തതെല്ലാം വളരെ മനോഹരമായിരുന്നു. ഒട്ടും പോലും ഒരു തപ്പലോ തടയലോ ഇല്ലാതെ അതിന് പുറകിൽ അത് അധ്വാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാകുന്ന രീതിയിൽ ഒട്ടും പോലും ഒരു കുഞ്ഞു കുറിച്ചുകൊണ്ട് ലക്ഷന്മാർ വരെ ഒട്ടും പോലും തപ്പലില്ലാതെ അവതരിപ്പിച്ചെന്നതാണ് ഇവരുടെ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. അപ്പം നിങ്ങൾക്ക് എല്ലാവരും അഭിനന്ദനങ്ങൾ നേരുകയാണ്. നിങ്ങൾ ഹൃദയം തുറന്ന് നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും ഒത്തിരി